വെൽക്കം ടു മൈ ചാനൽ M4 Edu Arena 2290. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് 2 ആണെന്ന് നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് ഇമാജിനേഷൻ. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഭാവന അല്ലേ? നമുക്ക് നോക്കാം. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ? ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു സയന്റിസ്റ്റ് ആണ് അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു കോട്ടിലൂടെയാണ്. ദ ട്രൂ സൈൻ ഓഫ് ഇന്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. എന്താണ് പറയുന്നത്? യഥാർത്ഥ അറിവിന്റെ സൂചന എന്ന് പറയുന്നത് നോട്ട് നോളജ്, അറിവ് മാത്രമാണോ? അല്ല, എന്താണ്? ഭാവനയാണെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത്. എന്താണ്? ദ ട്രൂ സൈൻ ഓഫ് ഇന്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ എന്ന് ഫേമസ് സയന്റിസ്റ്റ് ആയ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നു. ആ കോഴ്സിലൂടെയാണ് നമ്മുടെ ചാപ്റ്ററായ ഇമാജിനേഷൻ എന്ന യൂണിറ്റ് തുടങ്ങുന്നത്. നെക്സ്റ്റ് നോക്കാം. ദ ഡോർവേ എന്താണ് പറയുന്നത്? ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ. താഴെ തന്നിരിക്കുന്ന ക്യാപ്ഷൻസ് ഒക്കെ ഒന്ന് വായിക്കാം. എന്താണ് ഇതിൽ കാണുന്നത്? ഒരു കുട്ടിയും ഒരു ഡോളും ആണ് അല്ലേ? നോക്കാം എന്താണെന്ന്. ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. ഞാൻ എൻ്റെ ഡോളിനെ ഒരുപാട് സ്നേഹിക്കുന്നു. ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ. ഞാൻ എൻ്റെ പാവക്കുട്ടിയെ എല്ലാ ദിവസവും കുളിപ്പിക്കുന്നു. ഇതൊരു ഒരു കുട്ടിയുടെ ഇമാജിനേഷൻ ആണ് അല്ലേ? നമ്മൾ കുഞ്ഞു കുട്ടികളെല്ലാം പാവക്കുട്ടിയെ കളിപ്പിക്കുകയും ആഹാരം കൊടുക്കുന്നതായിട്ടൊക്കെ ഇമാജിൻ ചെയ്യത്തില്ലേ? അതുപോലെയാണ് ഈ കുട്ടി. ഐ ഫീഡ് ഓൺ മൈ റെഗുലർലി. ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ഞാൻ എൻ്റെ പാവയെ സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്. പാവയ്ക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെന്ത് ചെയ്യാറുണ്ട്? ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ഞാൻ എൻ്റെ പാവക്കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ വായിച്ചു കൊടുക്കാറുണ്ട്. ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്. ഞാൻ വൈകുന്നേരങ്ങളിൽ എൻ്റെ പാവക്കുട്ടിയുമായി കളിക്കാറുണ്ട്. ഐ ലൾ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. ലൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേട്ടിട്ടില്ലേ? ലല്ലബി എന്ന് കേട്ടിട്ടില്ലേ? താരാട്ടുപാട്ട്. ഞാൻ താരാട്ടുപാട്ടൊക്കെ പാടി രാത്രിയിൽ പാവക്കുട്ടിയെ ഉറക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാവക്കുട്ടിയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ബെഡിലൊക്കെ പോയി കിടന്ന് ഉറങ്ങാമെന്ന് നമ്മൾ കാണാറുണ്ടല്ലേ? അപ്പൊ നോക്കാം. ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം. ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ്? നിങ്ങളുടെ വീട്ടിൽ ഒരു ഡോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. നെക്സ്റ്റ് നമ്മുടെ യൂണിറ്റിന്റെ പേരാണ് എ ഡോൾസ് ജേർണി. ഏതാണ്? എ ഡോൾസ് ജേർണി. ഹിയർ ഈസ് ആൻ അനക്ഡോട്ട് എബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. എന്താണ് ഇത്? ഒരു അനക്ഡോട്ട് ആണ്. എന്താണ് അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ? എ ഷോർട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എബൌട്ട് എ റിയൽ ഇൻസിഡന്റ്. അതായത് ഒരു യഥാർത്ഥ സംഭവം. അതാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത്. ഹിയർ ഈസ് ആൻ അനക്ഡോട്ട് എബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. ഒരു പെൺകുട്ടിയുടെയും ഒരു പാവക്കുട്ടിയുടെയും കഥയാണ്. ഒരു അനക്ഡോട്ടാണ് ഈ തന്നിരിക്കുന്നത്. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇറ്റ്. ആരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത്? ജർമ്മൻ റൈറ്റർ ആയിട്ടുള്ള ഫ്രാൻസ് കാഫ്ക. ഇറ്റ് ഹാസ് ആൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. ഇത് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിലും കാണുന്നു എന്നാണ് പറയുന്നത്. എ ഡോൾസ് ജേർണി. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. He met a girl who was crying because she had lost her favorite doll. Kafka joined her in searching for the doll. Unsuccessfully, he consoled her. He also promised her that he would meet her the next day to continue looking for the doll. The next day, they met at the park in the evening. എന്താ പറയുന്നേ? It was a Saturday afternoon. ഒരു സാറ്റർഡേ ആയിരുന്നു അല്ലേ? അന്ന് ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ ആയിരുന്നു. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. കാഫ്ക ബെർലിൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലുള്ള ഒരു പ്ലേസ് ആണ്. ബെർലിനിലെ ഒരു പാർക്കിലൂടെ ഇങ്ങനെ കാഫ്ക നടക്കുകയായിരുന്നു. ബെർലിൻ എന്ന് പറയുന്ന പ്ലേസ് എവിടെയാണ്? ജർമ്മനിയിലാണ്. അപ്പോൾ അവിടുത്തെ പാർക്കിലൂടെ നമ്മുടെ റൈറ്റർ കാഫ്ക ഇങ്ങനെ നടക്കുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ്. അദ്ദേഹം ആരെയാണ് മീറ്റ് ചെയ്തത്? ഒരു പെൺകുട്ടിയെ കണ്ടു അല്ലെ? എന്ത് ചെയ്യുമായിരുന്നു പെൺകുട്ടി? ക്രൈയിങ്. എന്തിനാ കരയുന്നേ? ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അവൾക്ക് അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോളിനെ നഷ്ടപ്പെട്ടു. കാഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. കാഫ്കയും എന്ത് ചെയ്തു? അവളോടൊപ്പം കൂടി. പാവക്കുട്ടിയെ തിരയാനായിട്ട്, ഡോളിനെ തിരയാനായിട്ട് ഒപ്പം കൂടി. പക്ഷേ ആ പാവക്കുട്ടിയെ കിട്ടിയോ? ഇല്ല. അൺസക്സസ്ഫുള്ളി, വിജയിച്ചില്ല. ആ ഒരു ശ്രമം പരാജയപ്പെട്ടു. ഹി കൺസോൾഡ് ഹെർ. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക. ഹി കൺസോൾഡ് ഹെർ. അദ്ദേഹം അവളെ സമാധാനിപ്പിച്ചു. ഹി ആൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അദ്ദേഹം പ്രോമിസ് ചെയ്തു. എന്താ പ്രോമിസ് ചെയ്തത്? നമുക്ക് നാളെ ഇവിടെ വന്ന് മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡോളിനെ
സെർച്ച് ചെയ്യാമെന്ന് പ്രോമിസ് കൊടുത്തു. നാളെ നമുക്ക് തിരഞ്ഞു പിടിക്കാം എന്ന് അദ്ദേഹം അവൾക്ക് പ്രോമിസ് കൊടുത്തു. ദ നെക്സ്റ്റ് ഡേ ദേ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. തൊട്ടടുത്ത ദിവസം തന്നെ അവർ എന്ത് ചെയ്തു? പാർക്കിൽ വൈകുന്നേരത്ത് മീറ്റ് ചെയ്തു. After searching for some time, Kafka pretended that he had found a letter under a bench in the park. എന്താണ്? കുറച്ചു നേരം സെർച്ച് ചെയ്തതിനു ശേഷം കാഫ്ക എന്ത് ചെയ്തു? പ്രിറ്റൻഡഡ്, നടിക്കുക, അഭിനയിക്കുക. എന്താ അഭിനയിച്ചു? That he had found a letter under a bench in the park. ആ പാർക്കിൽ ഒരു ബെഞ്ചിലല്ലേ ഇരിക്കുന്നത്, ആ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ അദ്ദേഹം കണ്ടെത്തി. അതെന്തായിരിക്കും? അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു അല്ലേ? ഇവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. അദ്ദേഹം എന്താ ചെയ്തത്? ആ ലെറ്റർ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് എടുത്ത് ഈ പെൺകുട്ടിക്ക് കൊടുത്തു. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെന്റ് ടു ഫ്രം ദ ഡോൾ. കാഫ്ക തന്നെയാണ് ഈ ലെറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അല്ലേ? കുട്ടിക്ക് അറിയില്ല. എന്നിട്ട് ഡോളിന്റെ കയ്യിൽ നിന്നാണ് ഈ ലെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കുട്ടിയുടെ കയ്യിലോട്ട് ഈ ലെറ്റർ കൊടുക്കുന്നത്. അപ്പൊ എന്താ? ഡോൾ അയച്ച കത്താണ് എന്ന് കരുതി കുട്ടി വായിക്കുവാണ്. എന്താണ് പറയുന്നത്? ഡോണ്ട് വറി അബൌട്ട് മീ. എന്നെ ഓർത്ത് വിഷമിക്കേണ്ട. ദ ലെറ്റർ സെറ്റ്. ലെറ്റർ എന്താ പറയുന്നത്? ലെറ്ററിനകത്ത് എന്താണ് ഉള്ളത്? ഡോണ്ട് വറി അബൌട്ട് മീ. എന്നെ കുറിച്ച് വിഷമിക്കേണ്ട. ഐ ആം ഓൺ എ ട്രിപ്പ് അറൌണ്ട് ദ വേൾഡ്. ഞാൻ ഈ ലോകം ചുറ്റി കറങ്ങി നടക്കുകയാണ്. ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. അത് ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് റിയലി ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറയത്തില്ലേ? റിയലി ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഉള്ളൂ. അപ്പം പാവക്കുട്ടി എന്താ പറഞ്ഞത്? എന്നെ കുറിച്ച് വിഷമിക്കേണ്ട, ഞാൻ ഈ ലോകമൊക്കെ ചുറ്റി കാണുകയാണ്, നല്ല ഒരു കാഴ്ചയാണ് അല്ലേ? ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. ഐ വിൽ ടെൽ യു എവറിഥിങ് വെൻ ഐ ആം ബാക്ക്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം, ഞാൻ തിരികെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാമെന്നാണ് ഡോൾ ആ ലെറ്ററിൽ പറയുന്നത്. ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഡോളിൽ നിന്നുള്ള ലെറ്റേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരുന്നു. ഷീ റോട്ട് അബൌട്ട് ഹർ അഡ്വഞ്ചറസ് ഇൻ ഡീറ്റെയിൽ. പാവക്കുട്ടി എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? അവളുടെ സാഹസികത നിറഞ്ഞ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ ലെറ്ററിൽ എഴുതി ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഈ കുട്ടിക്ക് കത്തയച്ചു കൊണ്ടേയിരുന്നു. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷിപ്പിക്കുക, ഹാപ്പി. ആ ലെറ്റേഴ്സ് ഈ പെൺകുട്ടിക്ക് ഒരുപാട് സന്തോഷം കൊടുത്തു. ദിസ് വെന്റ് ഓൺ ഫോർ സം ടൈം ബട്ട് കാഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ്. എന്താ കാഫ്ക ശ്രദ്ധിച്ചത്? നോട്ടീസ്ഡ് മീൻസ് ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിച്ചത്? സന്തോഷമൊക്കെ ആണ് എങ്കിലും ഈ പെൺകുട്ടിക്ക് അവളുടെ പാവയെ തിരിച്ചു കൊണ്ടുവരാൻ വലിയ ആഗ്രഹമുണ്ട്. പാവ ഇല്ലാത്തത് കൊണ്ട് അവളുടെ സങ്കടം ദിവസം ചെല്ലുന്തോറും അവളുടെ സങ്കടം കൂടിക്കൊണ്ട് വരുന്നതായിട്ട് കാഫ്കയ്ക്ക് മനസ്സിലായി. കാഫ്ക ആ കാര്യം ശ്രദ്ധിച്ചു. ഷീ ബാഡ്ലി വാണ്ടഡ് ഹെർ ഡോൾ ടു കം ബാക്ക്. അവള് അത്ര ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു അവളുടെ പാവ തിരിച്ചു വരണമെന്ന്. ആൻഡ് കാഫ്ക ഫെൽറ്റ് ദാറ്റ് ഹി കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി. അദ്ദേഹത്തിന് മനസ്സിലായി എന്നും ഇങ്ങനെ ലെറ്റേഴ്സ് ഇങ്ങനെ അനന്തമായിട്ട് അയച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവളുടെ ആ ഒരു വേദന നികത്താൻ വേണ്ടിയിട്ട്, മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്യുക, അത് നികത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ് ആയിട്ട് അനന്തമായിട്ട് അയച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നല്ല പറ്റുന്ന കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. അവസാനം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. എന്താണ് അദ്ദേഹം കണ്ടെത്തിയ വഴി? നോക്കാം. There were no letters for some days. കുറച്ച് ദിവസങ്ങള് ലെറ്റർ പാവക്കുട്ടിയിൽ നിന്ന് വന്നതേയില്ല. Then one day Kafka told the girl. ഒരു ദിവസം കാഫ്ക പെൺകുട്ടിയോട് എന്ത് പറഞ്ഞു? The doll was engaged to be married. ഡോളിന്റെ മാരേജ് എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. He had met her while on a trip to another part of the country. അദ്ദേഹം പാവക്കുട്ടിയെ മീറ്റ് ചെയ്തു. എവിടെ വെച്ചാണ് ഡോളിനെ മീറ്റ് ചെയ്തത്? അദ്ദേഹം ഒരു ട്രിപ്പ് പോയപ്പോൾ, മറ്റു രാജ്യത്തിൽ, വേറെ ഏതോ ഒരു രാജ്യത്ത് പോയപ്പോൾ പാവയെ അവിടെ വെച്ച് മീറ്റ് ചെയ്തു എന്നാണ് നമ്മുടെ കാഫ്ക പറയുന്നത്. കാഫ്ക ഓൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ഈവൻ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി. എന്താ പറഞ്ഞത്? കാഫ്ക അവളോട് പറഞ്ഞു, ആ പാവ കല്യാണം കഴിക്കാൻ പോകുന്ന, മാരേജ് ചെയ്യാൻ പോകുന്ന ആളെ, ആ യങ് മാനെ ഇദ്ദേഹത്തിനും പരിചയപ്പെടുത്തി അല്ലേ എന്നാണ് കാഫ്ക പറഞ്ഞത്. ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. പാവക്കുട്ടിക്ക് വിഷമമുണ്ട് തനിക്ക് ലെറ്റർ അയക്കാത്തതിലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് കാഫ്ക ഈ പെൺകുട്ടിയോട് പറയുന്നു. ഷീ പ്രോമിസ്ഡ് ദാറ്റ്. ഡോള് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്താണ് പാവ ഉറപ്പ് തന്നിട്ടുള്ളത്? ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻസ് ഫോർ ദ വെഡിങ് വെയർ ഓവർ.
വീണ്ടും ലെറ്റേഴ്സ് ഒക്കെ പെട്ടെന്ന് എഴുതും. ഈ മാരേജിന്റെ പ്രിപ്പറേഷൻസ് എല്ലാം, വെഡിങ്ങിന്റെ പ്രിപ്പറേഷൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആകുമ്പോൾ ഡോള് വീണ്ടും ലെറ്റേഴ്സ് എഴുതുമെന്ന് ഡോള് പറഞ്ഞു എന്ന് കാഫ്ക ഈ പെൺകുട്ടിയോട് പറയുന്നു. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ. ഇത് പറഞ്ഞു കേട്ടപ്പോൾ ഗേളിന് വീണ്ടും സന്തോഷമായി. ബട്ട് ഷീ വണ്ടേർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗൈൻ. അത്ഭുതത്തോടെ ചിന്തിക്കണം, എന്താണ്, എന്നാണ് എനിക്ക് എൻ്റെ പാവയെ വീണ്ടും കാണാനൊന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് ആര് പറയുന്നത്, ഗേള് ചിന്തിക്കുവാണ്. ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ ബട്ട് ഷീ വണ്ടേർഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ. എന്നാണ് അവൾക്ക് ആ പാവയെ വീണ്ടും കാണാൻ കഴിയുക. അപ്പോൾ ഇതൊരു ഇമാജിനേഷൻ ആണല്ലേ, ഈ ഗേളിന്റെ ഇമാജിനേഷനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എല്ലാവർക്കും വീഡിയോ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.